നമുക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകാം. അവിടെ നിന്നും നിർബൻ ചക്രവർത്തി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നിർബൻ, എല്ലായിടത്തും നമ്മൾ കാണുന്നത് സമാന കാഴ്ചയാണ്. ഈ ഒരു പ്രതിസന്ധിയിൽ വളരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്ന അവരുടെ ഒരു ആശ്രയം അല്ലെങ്കിൽ അവസാന മാർഗം എന്ന രീതിയിലാണ് അവർ ഈ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എന്താണ് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ചിത്രം? സിന്ധൂരി, തിരുവനന്തപുരത്തെയും അവസ്ഥ വ്യത്യസ്തമല്ല. സംസ്ഥാനത്ത് വ്യാപകമായി പൂർണ്ണമായി ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുകയാണ്. എല്ലാ ഹോട്ടലുകളും പൂർണ്ണമായി അടച്ചിടുമെന്ന കാര്യം നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്. ഹോട്ടലുകൾ മാത്രമല്ല, ബേക്കറികളും കൂൾബാറുകളും അടക്കം ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജനത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദുരിതമാണ്. രാവിലെ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങുന്നവർ സ്വാഭാവികമായി റെയിൽവേ സ്റ്റേഷന് മുന്നിലൊക്കെ ഉള്ള ഭക്ഷണശാലകളിൽ, ഹോട്ടലുകളിൽ ആണ് ഭക്ഷണം കഴിക്കുക. ഇന്ന് ഹോട്ടലുകൾ നമ്മളിപ്പോൾ ബേക്കറി, പാളയം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോൾ ആ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. ചില സ്ഥാപനങ്ങളുടെ ഉള്ളിലുള്ള ക്യാൻറ്റീനുകളിലാണ് ഇന്നത്തെ ഏക ആശ്രയം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ പാളയത്താണ്, ആശാൻ സ്ക്വയറിന് മുന്നിലാണ്. ഈ പ്രദേശത്തെ ചെറിയ തട്ടുകട തുറന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ തട്ടുകടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ തട്ടുകടയാണ് ഏക ആശ്രയം. ഇവിടെ നിന്ന് സ്നാക്സും ചായയും മാത്രമാണ് ലഭിക്കുക. ഒപ്പം തന്നെ ജ്യൂസ് ലഭിക്കും. അത്തരമുള്ള കടകളിൽ മാത്രമാണ് നമ്മൾ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ, പ്രദേശങ്ങളിൽ നോക്കിയപ്പോൾ തുറന്നിട്ടുള്ളതായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തട്ടുകടയിൽ തന്നെ നമുക്ക് ഉള്ള ആളുടെ തിരക്ക് നമുക്ക് മനസ്സിലാവും. രാവിലെ നമ്മൾ ഇപ്പോൾ ലൈവിന് ഇവിടെ എത്തുമ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഹോട്ടലുകൾ അവധിയാണ്, അടച്ചിടുകയാണ്. അടച്ചിടുന്നത് കടുത്ത പ്രതിഷേധമാണ്. ഈ ഗ്യാസ് ലഭിക്കാത്ത അവസ്ഥ, പ്രത്യേകിച്ച് ഈ സിലിണ്ടറിന്, ഈ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വലിയ രീതിയിൽ വില വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ രാവിലത്തെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഈ ഹോട്ടലുകൾ നോക്കിയോ? രാവിലെ വന്നപ്പോൾ ആകെ ഒരാശ്രയം ഈ ഒരു തട്ടുകടയാണ്. ഇത് ഞാൻ വെച്ച് തുറക്കത്തില്ലെന്ന്, പക്ഷേ ഭാഗ്യത്തിന് തുറന്നു. ഇനിയിപ്പം ഇതേപോലെ ഏതെങ്കിലും ഉള്ളിലോട്ട് ഏതെങ്കിലും ഗവൺമെൻറ് ക്യാൻറ്റീൻ വല്ല ആശ്രയിക്കേണ്ടി വരും. കാരണം പുറത്തോട്ടൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ വില കൂടുകയാണെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും ആകെപ്പോഴൊരു പ്രയാസമാണ്. ഈ സ്ഥാപനങ്ങൾക്കകത്തുള്ള ക്യാൻറ്റീനുകൾ ചിലത് തുറന്നിട്ടുണ്ട്. ഉണ്ട്. അകത്ത് MLA ഹോസ്റ്റലിലെ മലബാർ ക്യാൻറ്റീനുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്ത് ക്യാൻറ്റീൻ തുറക്കുമെന്ന് വിശ്വസിക്കുന്നു. അറിയാൻ വയ്യ. ഇനിയിപ്പോൾ അവിടെയും ഇനി വല്ല കത്ത് കൊടുത്തിട്ടോ എന്ന് അറിയാൻ വയ്യ. ആകെപ്പോഴൊരു വിഷമത്തിലാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. തീർച്ചയായും ഞാൻ മുഖവരായി പറഞ്ഞതാണ്. നമുക്ക് ഈ പറഞ്ഞ തട്ടുകടയെ മുന്നിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ദൂരെ നിന്ന് പോലും, സാധാരണ കഴിക്കുന്നവരല്ലാതെ തന്നെ ദൂരെ നിന്ന് പോലും രാവിലെ ചായ കുടിക്കുന്നതിന് വേണ്ടി ഇവിടെ തട്ടുകടയിലൊക്കെ വരുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ തട്ടുകടയിൽ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, ഇന്ന് തിരക്ക് കൂടിയിട്ടുണ്ടോ? തിരക്കിന്ന് നല്ല തിരക്ക്, ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തിരക്ക്. എനിക്കൊരു ചായ തരുമോ? വിത്തൗട്ടാണ്. ജ്യൂസും ചായയും സ്നാക്സും മാത്രമേ ഉള്ളൂ. ഇന്ന് നല്ല തിരക്കുള്ളൂ. ഇന്ന് പലഹാരെല്ലാം രാവിലെ തന്നെ തീർന്ന് അടുത്തൊരു ഇപ്പോൾ ഒരു 8-10 മണിയാകുമ്പോൾ പിന്നെ വരും. കച്ചവടം കൂടും. തീർച്ചയായും സിന്ധൂരി കേട്ടല്ലോ. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നവരെ കാണാം. അപ്പോൾ രാവിലെ തന്നെ ചായയും നിങ്ങൾ ബിസ്ക്കറ്റും കഴിക്കുന്നതാണ് കണ്ടത്. തിരക്ക് രാവിലെ തന്നെ തിരക്കുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പം അതുപോലെക്കാളും അല്ല, ഇപ്പോൾ ഹോട്ടലും കൂടി അടച്ചതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ സംസമൊക്കെ ആയാലും എല്ലാം അടച്ചേക്കാണ്. അപ്പം ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഫുഡ് പോലും ഒരു ചായയും ബിസ്ക്കറ്റ് ആക്കേണ്ട ഗതി വന്നു. കാരണം ഞങ്ങളൊക്കെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുന്നവരാണ്. അപ്പം ഗ്യാസിൻ്റെ പ്രതിസന്ധി ആയതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളൊരു ഹോട്ടലുകൾ ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ഇന്ന് എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ അതെന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് കണ്ടുപിടിച്ച് പോകേണ്ടി വരും. ഇനി എത്ര ദൂരം വരെ നടക്കേണ്ടി വരും എന്ന് അറിയില്ല. അതിനുവേണ്ടി ബിസ്ക്കറ്റ് തന്നെ കഴിച്ചത്. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ക്യാൻറ്റീനൊക്കെ തുറക്കുമെന്ന് പറയുന്നു. എന്താ അവസ്ഥ എന്നറിയത്തില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ഗ്യാസൊന്നും ഇല്ല. മൊത്തത്തിൽ എല്ലാ സ്ഥലവും അടങ്ങി കിടക്കുന്ന അവസ്ഥയുള്ളതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ട് നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതായാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വില. ഇന്നലെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രതിസന്ധി കാരണം വില കൂടിയിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കഴിക്കുമ്പോൾ തന്നെ നല്ല പൈസ ആവുന്നുണ്ട്. ബഡ്ജറ്റിൽ നിൽക്കുന്നില്ല, ഫുഡ് കിട്ടാനുമില്ല. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണോ? പറഞ്ഞ പോലെ ഇവിടെ രാവിലെ വന്നപ്പോൾ സ്നാക്സ് ഒന്നുമില്ല. അപ്പോൾ അത് ബിസ്ക്കറ്റ് മേടിച്ച് കഴിച്ചത്.
അതാണ് അവസ്ഥ. നമ്മുടെ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇവിടെ ചായ കൊടുക്കുന്ന ചേട്ടൻ തന്നെ പറഞ്ഞതാണ്, ഒരു ചായ ഇതിനിടയിൽ വാങ്ങി കുടിക്കുക, അത് കഴിയുമ്പോൾ കുറച്ച് പാല് കഴിഞ്ഞാൽ പിന്നെ ചായയും കിട്ടില്ല. അപ്പോൾ ഇവിടെ സ്നാക്സ് മുഴുവൻ രാവിലെ തന്നെ പുലർച്ചെ തന്നെ സ്നാക്സ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാവിലേക്ക് ഇവിടെ വരികയാണെങ്കിൽ നിറച്ച് ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് നിറച്ച് സ്നാക്സ് ഉണ്ടാവും. ഇപ്പോൾ കാണാം സ്നാക്സ് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ സംസാരിച്ച കുട്ടികൾ പറഞ്ഞതുപോലെ അവർ പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ജ്യൂസ് ലഭിക്കും, അപ്പോൾ പഴങ്ങളുണ്ട്, അതും തീർന്നാൽ പിന്നെ ജ്യൂസും നിർത്തേണ്ടി വരും. ഇപ്പോൾ വന്ന സ്നാക്സ് വീണ്ടും ഈ കടയിൽ നിരത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പുറത്തൊക്കെ നിന്ന് പഠിക്കുന്നവർ, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് ഈ ബഡ്ജറ്റ് താങ്ങാൻ പറ്റില്ല, ഒപ്പം തന്നെ ഭക്ഷണവും കിട്ടില്ല. രാവിലെ ആശുപത്രിയിലൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കണ്ടതാണ്. അവിടെ ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. വൻകിട ഹോട്ടലുകൾ മാത്രമല്ല, ചെറിയ കടകളും ഈ കൂൾ ബാറുകളും ബേക്കറികളും അടക്കം തുറന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിസന്ധി സംസ്ഥാനത്ത് ആകമാനം വ്യാപിക്കുന്നുണ്ട്. ഈ ഗ്യാസ് പ്രതിസന്ധിയിൽ അവർ ഹോട്ടൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് അവർക്ക് സബ്സിഡി നിരക്കിൽ ഗ്യാസ് നൽകണമെന്നതാണ്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ഉപഭോക്താക്കൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പരക്കെ നമ്മൾ തലസ്ഥാനത്തെ നഗരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നഗരത്തിലെ വൻകിട ഹോട്ടലുകളും ബേക്കറികളും പൂർണ്ണമായി അടച്ചിട്ട അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ചെറിയ തട്ടുകടകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രി പരിസരത്തുള്ള ചില ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളുടെയും സ്ഥാപനങ്ങൾക്കും അകത്ത് പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനുകൾ, അത് സാധാരണ ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാൻറ്റീനുകൾ പലതും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം നോക്കുകയാണ്. ഒപ്പം തന്നെ ഓൺലൈൻ ഡെലിവറി, ഫുഡ് ഡെലിവറി പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കാത്ത അവസ്ഥയാണ്. അതാണ് നിലവിൽ തിരുവനന്തപുരത്ത് നമ്മൾ നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാഴ്ച. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ്. നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് തന്നെ സർക്കാർ ജീവനക്കാരും മറ്റ് തൊഴിലിനൊക്കെ പോകുന്നവർ വീട്ടിൽ നിന്ന് ഫുഡ് തയ്യാറാക്കിക്കൊണ്ട് ഇന്ന് വന്നിട്ടുണ്ടാകും. അല്ലാതെ തന്നെ പെട്ടുപോകുന്ന പല മനുഷ്യരും, ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ, പുറത്ത് വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഓട്ടോക്കാർ ചേട്ടൻ രാവിലെ തന്നെ ചായ കുടിക്കാൻ നിൽപ്പുണ്ട്. ഇങ്ങനെ പ്രതിസന്ധിയാണോ? പ്രതിസന്ധിയാണ് ഗ്യാസിൻ്റെ. പലയിടത്തും കടകൾ അടഞ്ഞു കിടക്കുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ചായ കുടി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഞാൻ ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിക്കാൻ കാര്യം, അവർ നമ്മളെപ്പോലെ തന്നെ എല്ലാ സ്ഥലവും സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ എല്ലാ സ്ഥലത്തും കടകൾ തുറന്നിട്ടില്ല, ഇങ്ങനെയുള്ള ചെറിയ തട്ടുകളെ മാത്രമാണ് ആശ്രയം. അവിടെ തന്നെ സ്നാക്സ് മുഴുവൻ കഴിഞ്ഞു. സിന്ധൂരി. അതേ നിർബൻ, ഞാനും ഇങ്ങനെ നോക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം കഴിയുമ്പോൾ തിരിച്ചിറങ്ങി ഒരു ചായയും പന്നയും കഴിക്കാൻ വന്നാൽ അവിടെ ഒന്നും ഉണ്ടാവുമോ എന്നുള്ളൊരു സാഹചര്യവും ഇല്ല. എന്തായാലും നിർബൻ ഉള്ള ചായ കുടിച്ചോളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴായിരിക്കും എവിടെ നിന്നായിരിക്കും ചായ എന്നൊന്നും പറയാനാവില്ല. ഇതാണ് അവസ്ഥ. വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ജോലിയുടെ സംബന്ധമായും അല്ലാതെയും. അങ്ങനെ പോകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ചെറിയ കടകളും വലിയ കടകളും ഒക്കെ നമുക്ക് ആശ്വാസമാവാറുണ്ട്, ആശ്രയമാവാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കടകളില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിന് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ പറയുന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ പ്രതിനിധികൾ പറയുന്നതുപോലെ തന്നെ, ഒരു സബ്സിഡി നിരക്കിൽ അവരിലേക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം നിർബൻ ചക്രവർത്തി, മേഘ, ഉമേഷ് എന്നിവരാണ് പ്രധാനമായും ഇന്നത്തെ ഈ ഒരു സാഹചര്യം എന്താണെന്ന് നമ്മളിലേക്ക് എത്തിച്ചത്.